ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ നമ്മുടെ സുജ അജയ് എന്ന് പറയുന്ന ആ ചേച്ചീൻ്റെ വിഷമം കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഞാനും ചിന്തിച്ചു നോക്കി. ഞാനും ആ ചേച്ചീൻ്റെ വീഡിയോൻ്റെ ഇടയിൽ പോയി ചെറിയൊരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഒരു പാഠമാണ് ശരിക്കും ആ ചേച്ചീൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോസ് ഇടാൻ തുടങ്ങിയത് 2021 ജനുവരി 3-ന്. അങ്ങനെ ഞാൻ വീഡിയോസുകൾ ഇടാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 4 വർഷം കഴിഞ്ഞു. നാല് വർഷം കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഒരു പുരോഗമനവും എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാൻ യൂട്യൂബിന് വേണ്ടി സമയം ചിലവഴിച്ച സമയമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ അവസരം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അടുത്തിടെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു, ടെക് ചാനൽ നടത്തുന്ന ഒരാളുടെ വീഡിയോ ആണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ചാനൽ ഫ്രീസ് എന്നുള്ളതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ചാനലിന് എന്താ പറ്റുന്നതെന്ന് അറിയില്ല. യൂട്യൂബ് ഗ്രീൻ സിഗ്നൽ ഉണ്ടായിട്ട് പോലും നമുക്ക് വ്യൂസ് തരാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അതൊക്കെ യൂട്യൂബിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമുക്ക് വ്യൂസ് ഉണ്ടായിട്ട് പോലും അത് പിടിച്ചു വെക്കുന്ന അവസ്ഥയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് എന്ത് തന്നെയോ ആവട്ടെ, നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ഒരിക്കലും ഇതിൻ്റെ ഫലം കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 35-45 കൂടി വന്നാൽ 100, അതിൽ ഒരു 130, അതിനപ്പുറത്തേക്കൊന്നും അധികമായിട്ടൊന്നും പോയിട്ടൊന്നും എനിക്കും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു 5-6 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് നിർത്തിയിട്ട് പോകാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ. പിന്നെ ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോ ടെക് ചാനലിലുള്ള ഒരാൾ ഇട്ടിട്ട് കണ്ടു, നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഫ്രീസായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ അടുപ്പിച്ചിട്ട് നോക്കിയിട്ടും നിങ്ങളുടെ ചാനൽ അങ്ങനെ വിജയിക്കുന്നില്ലേ, നിങ്ങൾ ചാനൽ നിർത്തിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എത്ര കൂളായിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയും ആക്കി. ജെന്യൂനായിട്ട് തന്നെ കിട്ടുന്നതാണ്. ചില സമയത്ത് സബൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷേ കൂടുതലും ജെന്യൂൻ തന്നെയാണ്. അപ്പോൾ ചാനൽ നിർത്തിപ്പോയി നിങ്ങൾ വേറെ തുടങ്ങൂ എന്നൊക്കെ പറയുമ്പോൾ, ആ വേറെ തുടങ്ങുന്ന ചാനലിനും നമുക്ക് ഇതുപോലെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ നിന്നും വരുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നില്ല. നമ്മൾ എത്ര കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്താലും എനിക്ക് തോന്നുന്നു ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ വരുന്ന വ്യൂസ്, നമ്മളെത്ര തംബ്നെയിലായാലും നമ്മൾ എന്ത് നന്നായിട്ട് കൊടുത്താലും നമുക്ക്, ഞാൻ അത്ര വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ല തംബ്നെയിൽ ചെയ്യുന്നതിനായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനായാലും അതിൻ്റെ മെയിൻ ഹെഡിങ് കൊടുക്കുന്നതിന് ഞാൻ അത്ര വലിയൊരു എക്സ്പേർട്ടൊന്നും അല്ല. എന്നെക്കൊണ്ട് ആകുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ളൊരു വ്യൂ ഒന്നുമല്ല എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്നെപ്പോലെ തന്നെ പലർക്കും അത് തോന്നിയിട്ടുണ്ടാവാം. അവർക്കും അതുപോലെയൊന്നും അല്ല കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്തായാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫലം പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ നമ്മളെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ സുജ ചേച്ചിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ തട്ടിയുള്ള അനുഭവം തന്നെയാണ്. ആർക്കും അവരെ വിമർശിക്കാനോ കുറ്റം പറയാനോ ഒന്നുമുള്ള അവകാശമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും അവർ പറഞ്ഞ ആ ഒരു വഴിയിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്ത്, കാരണം മുന്നേ ഒന്നും ഇത്രയും റെസ്ട്രിക്ഷൻസ് യൂട്യൂബിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് കയറിപ്പോവായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് മാത്രമേ നമ്മൾ എവിടെ നോക്കിയാലും കാണാനുള്ളൂ. യൂട്യൂബിലായാലും നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളും എന്തെങ്കിലും ഒരിക്കൽ വിജയിക്കും. നമ്മൾ ഇതിൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അത് വെച്ച് നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല. 4 കൊല്ലം എന്ന് പറയുന്നത് വലിയ കാലയളവ് തന്നെയാണ്. അതിനിടയിൽ ഇപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുമ്പോൾ പറയും, 2 മാസം കൊണ്ട് മോണിറ്റൈസേഷനായി, 1 മാസം കൊണ്ട് മോണിറ്റൈസേഷനായി, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കെന്താണ് പ്രശ്നം, നമ്മളും എല്ലാം വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നല്ല തംബ്നെയിലും വലിയ കണ്ടൻറ്റൊന്നും ഇല്ലെങ്കിലും ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ, അങ്ങനെ കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ അവരുടെ മാക്സിമം പറ്റുന്നത് പോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട്, നല്ല വോയിസൊക്കെ കൊടുത്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ അല്ലാതെ അതിന് വേണ്ടുന്ന മൈക്കും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊന്നും ഇപ്പോഴേ വാങ്ങിക്കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുന്ന ഒരു വീഡിയോയിൽ കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് ഒരാളുടെ അനുഭവം പറയുന്നത് ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പൈസ കൊടുത്ത് സ്റ്റാൻഡ്, മൈക്ക് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി അവസാനം വ്യൂസ് ഒന്നും ഇല്ലാതെ എല്ലാം എന്താ പറയണ്ടേ മറിച്ച് വിൽക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ വെറും ഒരു ഫോൺ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നത്. അതും അതിൻ്റേതായ പെർഫെക്റ്റ് ആയിട്ടും അതിൻ്റേതായ കൺസിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം, എഡിറ്റിംഗ് ആയാലും നമ്മൾ സംസാരിക്കുന്നതായാലും
ഇവിടെ സൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഓരോ സമയം വെച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ പലതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ വരുന്നത്. എന്നിട്ടും ഇതൊന്നും വിജയിക്കാതെ നമ്മളിങ്ങനെ നമ്മളത് മാത്രം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ തമ്പനയിലും ഒന്നും സെറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പോകുന്നവരൊക്കെ 100-200 വ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമ്മളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ആയാലും നമ്മൾ തമ്പനയിലായാലും എല്ലാം നമുക്കാവുന്ന പോലെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് വ്യൂസ് ഒന്നും വരാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് മനുഷ്യരാണെങ്കിൽ നമുക്ക് ഒരു വിഷമമുണ്ടാവും. നമുക്ക് മാത്രം എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവരൊക്കെ ഇടുമ്പോൾ തന്നെ അവർക്കെല്ലാം നല്ല വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഈ സുജി ചേച്ചിയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ആദ്യമൊക്കെ നല്ല വ്യൂസൊക്കെ ഷോർട്സിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഞാനാണ്. എന്തായാലും വീഡിയോസിന് എനിക്ക് അത്ര വലിയ വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ഷോർട്സ് ഇപ്പം നോക്കുമ്പോൾ 10-12 എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. പിന്നെ യൂട്യൂബിനും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒന്നും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഗ്രീൻ സിഗ്നൽ തന്നെ എല്ലായിടത്തും 10 വ്യൂസ് ആയാൽ പോലും ഇപ്പം മൊത്തം ഗ്രീൻ സിഗ്നലാണ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയാൽ കാണാൻ പറ്റുന്നത്. ഒരു 3-4 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ മൊത്തം ബ്ലാക്ക് ആയിട്ടുണ്ടാവും. ഇതെന്താണ് ഇതിൻ്റെയൊക്കെ നിലപാടെന്നൊന്നും അറിയില്ല. ഇവിടെ വലിയ വലിയ ചാനൽ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രം യൂട്യൂബ് ചാനൽ നടത്തിയാൽ മതിയോ യൂട്യൂബേന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ നമുക്ക്? യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനമാണല്ലോ. ഒരു വ്യക്തിയാണെങ്കിൽ അയാളോട് ചോദിക്കായിരുന്നു, പറ്റൂലല്ലോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ആ ഒരു 10 പേരായാലും ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. 10 പേരെങ്കിൽ 10 പേര്, ആ സപ്പോർട്ട് മാത്രം മതി നിങ്ങളുടെ സപ്പോർട്ട്. പിന്നെ ഷോർട്സും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരോടും അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. കാരണം നമ്മളെ സഹിക്കേണ്ട ആവശ്യമൊന്നും സമൂഹത്തിനില്ല. നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മൾ സമൂഹത്തിന് എന്ത് നല്ല സന്ദേശം കൊടുക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യാമെന്നേ ഞാൻ എന്നും പറയുള്ളൂ. പക്ഷേ ഇവിടെ അതൊന്നുമല്ല നടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോപ്പടിക്കാൻ കഴിയുന്നവർക്കൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ സോപ്പടിച്ച് കയറുന്നവരും നല്ല സൂത്രശാലികളായവർക്കൊക്കെ നല്ല വ്യൂസും ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് വലിയ യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെപ്പോലെയുള്ള പാവങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. യൂട്യൂബാണ് ആകെയുള്ളത്. അപ്പോൾ യൂട്യൂബും കൂടി റെക്കമെൻഡേഷൻ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാണ്ടാവും, നമ്മൾ 0 ലെവലിൽ തന്നെയാവും. എങ്കിലും വേറൊരു ടെക്കി പറഞ്ഞതുപോലെ നമുക്ക് ചാനലൊന്നും നിർത്തിപ്പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത്രയും എത്തിച്ച് ചാനൽ നിർത്തി വേറൊരു പരീക്ഷണം കൂടി നടത്താൻ എന്തായാലും എന്നെപ്പോലുള്ളവർ തയ്യാറാവില്ല. കാരണം അത് ഇതുപോലെ തന്നെ ആവില്ല എന്ന് ആര് കണ്ടു ഇല്ലല്ലോ. കാരണം നമ്മളെ ഭാഗത്ത് വരുന്ന തെറ്റല്ല കൂടുതലും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. യൂട്യൂബ് എന്തുകൊണ്ടാണ് അത് തടഞ്ഞു വെക്കുന്നതെന്നും അറിയില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ആർക്കെങ്കിലും ഇതുമൂലം എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ ഇത് പറഞ്ഞത്. എന്നെപ്പോലെ കോടിക്കണക്കിന് യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ എല്ലാ അനുഭവം ന്യൂ യൂട്യൂബേഴ്സായിട്ട് വന്നിട്ടുള്ള എല്ലാവരുടെ അനുഭവം ഇത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കൂടി വന്നാൽ 500 വ്യൂസ് അല്ലെങ്കിൽ 600 വ്യൂസ്, അതിനപ്പുറത്തൊന്നും ഒരാളുടെ അധികം പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.